8 ദിവസം നീളുന്ന IFFKയിൽ തീർച്ചയായും കാണാവുന്ന 8 സിനിമകൾ. ഒന്നാമത്തെ സിനിമ ആർക്കും ഊഹിക്കാവുന്നതാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തവണ പാംദിയോർ നേടിയ ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. അങ്ങേയറ്റം പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയത്തെ ഹ്യൂമർ ഉപയോഗിച്ചിട്ടാണ് പനാഹി ഇത്തവണ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ പ്രമുഖ അവാർഡുകൾ പലതും കരസ്ഥമാക്കാൻ സാധ്യതയുള്ള പടമാണ്. ഒളിവർ ലാഷെ സംവിധാനം ചെയ്ത സിറാത്താണ് അടുത്ത റെക്കമെൻഡേഷൻ. ഖുറാനിലൊക്കെ പറയുന്ന സിറാത്തും പാലം തന്നെയാണ് ടൈറ്റിലിന് ഇൻസ്പിറേഷൻ. ടെൻഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നതിൽ ഈ ഒരു പടം മാസ്റ്റർ ക്ലാസ് തന്നെയാണെന്ന് പറയാം. ഗോൾഡൻ ഗ്ലോബ്സിൽ ബെസ്റ്റ് ഫോറിൻ ഫിലിമിനുള്ള നോമിനേഷനുള്ള ഈ പടം സ്പെയിനിന്റെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി കൂടിയാണ്. പാക് ചാൻ വൂക്കിന്റെ ബ്ലാക്ക് കോമഡി സിനിമയായിട്ടുള്ള നോ അതർ ചോയ്സ് ആണ് മൂന്നാമത്തെ റെക്കമെൻഡേഷൻ. ഓരോ സീനുകൾക്കുള്ളിലും മൈന്യൂട്ട് ആയിട്ടുള്ള പല എലമെന്റുകളും പ്ലേസ് ചെയ്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള കോമഡി എലമെന്റുകളാണ് പടത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ഫാന്റസി സർവൈവൽ സ്റ്റോറി ആംഗിളും ഈ പടത്തിനുണ്ട്. വാക്കിംഗ് ട്രയറിന്റെ സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്ന സിനിമ രണ്ട് പെൺമക്കളും അവരെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയ അച്ഛനും തമ്മിലുള്ള ഒരു സുഖകരമല്ലാത്ത ബന്ധത്തിന്റെ കഥയാണ്. സ്റ്റോറി ആർക്കും ഒരുപക്ഷെ പരിചിതമായിട്ടുള്ളതാണെങ്കിലും എന്തുകൊണ്ട് റിലേഷൻഷിപ്പ് അങ്ങനെയായി, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് എന്നതൊക്കെ കാണിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ പടം ഇമോഷണൽ ആയിട്ട് കണക്ട് ആകുന്നത്. നോർവേയുടെ ഓസ്കാർ എൻട്രി പടമാണിത്. ഫാദർ മദർ സിസ്റ്റർ ബ്രദർ അഞ്ചാമത്തെ റെക്കമെൻഡേഷൻ ആയിട്ടുള്ള ഈ സിനിമ 3 പടങ്ങളുടെ ഒരു ആന്തോളജിയാണ്. ഹ്യൂമറിൽ തുടങ്ങി സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു എലമെന്റിലേക്ക് എത്തുന്ന രീതിയിൽ ഗ്രാഫ് മുകളിലേക്ക് പോകുന്ന ഒരു ആന്തോളജി പടമാണിത്. ഒരേ എലമെന്റുകൾ ഇതിലെ ഓരോ പടത്തിലും വേറെ വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ രസകരമാണ്. സൈലൻസുകളിലൂടെ പ്ലേസ് ചെയ്യുന്ന ഹ്യൂമറും പടത്തിനെ എൻഗേജിംഗ് ആക്കുന്നുണ്ട്. ജൂലിയ ഡുക്കോർണോ സംവിധാനം ചെയ്ത മൂന്നാമത്തെ ബോഡി ഹൊറർ ഫാന്റസി സിനിമയാണ് ആൽഫ. ഈ കഥയിൽ ഒരു മേജർ എലമെന്റ് റിവീൽ ചെയ്യപ്പെടുന്നത് അവസാനമാണ്. അതുകൊണ്ട് ഈ സിനിമ കാണുന്നവർ ഓരോ സീനിനും നല്ല അറ്റൻഷൻ കൊടുക്കണം. സിനിമ കഴിഞ്ഞിട്ട് ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കിട്ടുന്ന തരം കോൺസെപ്റ്റ് ആണ് ആൽഫയുടേത്. അഡോളസെന്റ് ഏജിലുള്ള കഥാപാത്രങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ കഥകൾ എല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും നമ്മൾ കാണാറുള്ളതാണ്. ഇത്തവണ ആ ഒരു വിഭാഗത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രി ഡ്രീംസ് എന്ന പടമാണ്. ഇത് ആക്ച്വലി ഒരു ട്രിലജിയുടെ ഭാഗമാണ്. സെക്സ്, ലവ് എന്നിങ്ങനെയാണ് മറ്റു 2 സിനിമകളുടെ പേര്. സ്പിരിച്വൽ കണക്ഷനാണ് സിനിമകൾ തമ്മിലുള്ളത്. അതുകൊണ്ട് ഒന്ന് കാണാൻ മറ്റേത് കാണണമെന്ന് നിർബന്ധമില്ല. സെക്ഷുവാലിറ്റി ഡിസ്കവർ ചെയ്യുന്നതൊക്കെയാണ് വിഷയമെങ്കിലും ഒരു കോൺവെർസേഷണൽ സ്വഭാവത്തിലാണ് ഈ സിനിമയുടെ ഭൂരിഭാഗം ഉള്ളത്. ഇത്തവണത്തെ ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ഗോൾഡൻ ബെയർ കിട്ടിയത് ഈ പടത്തിനാണ്. എ പോയറ്റ് എന്ന കൊളംബിയൻ സിനിമയാണ് ഏറ്റവും അവസാനത്തെ സജഷൻ. ഈ അടുത്ത് കഴിഞ്ഞ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറിനെ അവതരിപ്പിച്ച ഉബൈമാർ റിയോസിനാണ്. തനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് നേടാൻ വേറൊരാളെ സഹായിച്ചിട്ട് അത് മൊത്തത്തിൽ പണി വാങ്ങിത്തരുന്ന ഒരു ട്രാജിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണിത്. ഓസ്കാർ എന്ന ഇതിലെ മെയിൻ ക്യാരക്ടറിനോട് നമുക്ക് കഥ അവസാനിക്കുമ്പോഴേക്കും ഒരു എംപതി തോന്നും. ഇത്തവണത്തെ ലിസ്റ്റിലെ മസ്റ്റ് വാച്ച് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സിനിമകൾ കമന്റിൽ പറയൂ.